ഓർക്കുക, രക്തദാനം അമൂല്യമായ ഒന്നാണ്. നമസ്കാരം. IHMA സ്പന്ദനം ഹെൽത്ത് ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ രമ്യ, സേവന ഹോമിയോപ്പതി ക്ലിനിക്, കല്ലുംതാഴം, കൊല്ലം. ഇന്ന് ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നു. സ്വമേധയാ രക്തദാനം ചെയ്യുന്നവരെയും മറ്റുള്ളവരെ രക്തദാനം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള രക്തദാതാക്കളെ ആദരിക്കുകയും അവരോട് നന്ദി അറിയിക്കുകയും ചെയ്യുന്ന ദിനമാണ് ഇന്ന്. നിത്യേന ഉണ്ടാകുന്ന റോഡ് അപകടങ്ങൾ, ആവർത്തിച്ചുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ, ശസ്ത്രക്രിയകൾ, പ്രസവം തുടങ്ങിയ സന്ദർഭങ്ങളിലും ഡെങ്കു, അനീമിയ, ക്യാൻസർ, ഹീമോഫീലിയ തുടങ്ങിയ രോഗാവസ്ഥകളിലും രക്തമോ രക്തഘടകങ്ങളോ ആവശ്യമായി വരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ രക്തം ആവശ്യമായി വരുന്നവരുടെ ജീവൻ നിലനിർത്താൻ സന്നദ്ധ രക്തദാനത്തിലൂടെ മാത്രമേ സാധിക്കൂ എന്ന സന്ദേശം ഈ ദിനത്തിൽ എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു. രക്തദാനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രായം 18-നും 65-നും ഇടയിലായിരിക്കണം. തൂക്കം 45 കിലോഗ്രാമിന് മുകളിലായിരിക്കണം. ഹീമോഗ്ലോബിൻ്റെ അളവ് 12.5-ന് മുകളിലായിരിക്കണം. രക്തദാനം ചെയ്യുന്നതിൻ്റെ തലേന്ന് രാത്രി നന്നായി ഉറങ്ങുക. പ്രഭാത ഭക്ഷണം കഴിച്ചിരിക്കുക. ലഹരി വസ്തുക്കൾ ഒഴിവാക്കുക. ആൻറ്റിബയോട്ടിക്കുകൾ എടുക്കുന്ന വ്യക്തികളാണെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രം രക്തദാനം നടത്തുക. വലിയ ശസ്ത്രക്രിയകൾ കഴിഞ്ഞവർ 1 വർഷത്തേക്കും ചെറിയ ശസ്ത്രക്രിയകൾ കഴിഞ്ഞവർ 6 മാസത്തേക്കും രക്തദാനം പാടില്ല. ദന്തചികിത്സ ചെയ്തവരും 6 മാസത്തേക്ക് രക്തദാനം പാടില്ല. ബോഡി പിയേഴ്സിംഗ്, ടാറ്റൂയിങ് ചെയ്തവർ രക്തദാനം ചെയ്യാൻ 1 വർഷം പൂർത്തിയായിരിക്കണം. ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, ആർത്തവ സമയങ്ങളിലുള്ള സ്ത്രീകൾ രക്തദാനം ചെയ്യുവാൻ പാടില്ല. ചുമ, പനി, ജലദോഷമുണ്ടെങ്കിൽ രക്തദാനം പാടില്ല. സ്ഥിരമായി മരുന്നുകൾ കഴിക്കുന്നവർ, ത്വക്ക് രോഗമുള്ളവർ, കിഡ്നി സംബന്ധമായ രോഗമുള്ളവർ, ഹൃദ്രോഗമുള്ളവർ, അപസ്മാരം തുടങ്ങിയ രോഗികളാരും രക്തദാനം ചെയ്യുവാൻ പാടില്ല. രക്തദാനം ചെയ്ത ഉടനെ തന്നെ സ്വയം വാഹനം ഓടിക്കരുത്. ആരോഗ്യമുള്ള പുരുഷന്മാർ 3 മാസത്തിലൊരിക്കലും സ്ത്രീകൾ 4 മാസത്തിലൊരിക്കലും രക്തദാനം നടത്താവുന്നതാണ്. രക്തദാനത്തിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 യൂണിറ്റ് രക്തം കൊണ്ട് 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുന്നു. കൃത്യമായ രക്തദാനത്തിലൂടെ അയണിൻ്റെ അളവ് ശരീരത്തിൽ ശരിയായ തോതിൽ നിലനിർത്തുവാൻ സാധിക്കുന്നു. അയണിൻ്റെ അളവ് കുറയുന്നത് വിളർച്ചാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അയണിൻ്റെ അളവ് കൂടിയാലും പ്രശ്നം തന്നെയാണ്. അത് ഡയബറ്റിസ് മെലിറ്റസ്, ലിവർ പ്രശ്നം, സ്കിൻ ഡിസ്കളറേഷൻ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമാകുന്നു. രക്തദാനം കൊണ്ട് പല ഹാർട്ട് ഇഷ്യൂസും തടയാൻ സഹായിക്കുന്നു. ഇത് ശരീരത്തിലെ സർക്കുലേഷൻ ശരിയായ രീതിയിൽ നടക്കാൻ സഹായിക്കുകയും ഇത് രക്തം കട്ട പിടിക്കുന്നത് ഒഴിവാക്കുകയും ഹാർട്ട് അറ്റാക്ക് പോലുള്ള അവസ്ഥകൾ, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് എന്നിവ ഒഴിവാക്കുകയും ചെയ്യുന്നു. രക്തദാനം നടത്തുമ്പോൾ ശരീരത്തിന് 500 കലോറി ഉപയോഗിക്കേണ്ടി വരുന്നു. രക്തദാനം അമിതവണ്ണം കുറയ്ക്കുവാനുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ്. ഒരു രക്തദാതാവിന് അദ്ദേഹത്തിനും പങ്കാളിക്കും, കുട്ടികൾക്കും മാതാപിതാക്കൾക്കും ആവശ്യമെങ്കിൽ സൗജന്യമായി 1 യൂണിറ്റ് ബ്ലഡ് സ്വീകരിക്കാനുള്ള അർഹതയുണ്ട്. രക്തദാനത്തിന് മുൻപായി മെഡിക്കൽ പരിശോധനകൾ സൗജന്യമായി നടത്താറുണ്ട്. രക്തദാനത്തിന് ശേഷം ആധികാരികമായി രക്തം ദാനം ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റും ലഭ്യമാണ്. രക്തദാനത്തിന് കുറച്ച് മിനിറ്റുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നാൽ അത് സ്വീകരിക്കുന്ന ആൾക്ക് അയാളുടെ ജീവനും ജീവിതവും ആരോഗ്യവും നിലനിർത്താൻ സഹായിക്കുന്നു. ഓർക്കുക, രക്തദാനം അമൂല്യമായ ഒന്നാണ്.